ഹലോ മൈ ഡിയേഴ്സ്, ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സിക്കിൾസ് എങ്ങനെയാണ് ചെയ്യുന്നതാണ് കേട്ടോ. സിക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ചോക്കോബാർ ഒക്കെ പോലെ വരുന്ന അല്ലേ. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം. കേക്കിന്റെ കൂടെ ഇപ്പൊ ഡിമാൻഡ് കൂടി കൂടി വരുന്ന ഐറ്റംസ് ആണ് പോപ്സ്, സിക്കിൾസ് അങ്ങനെയുള്ളതൊക്കെ അല്ലെ. പാർട്ടി ഓർഡേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് എന്തായാലും അത് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യണമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് കേട്ടോ. കേക്കിന്റെ സ്പഞ്ച് ഉണ്ടല്ലോ, സ്പഞ്ച് മിക്സിയിൽ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്താൽ മതി, ഒരുപാട് ഇട്ട് ഇങ്ങനെ അടിച്ചെടുക്കരുത്. അപ്പൊ എന്താ വെച്ചെങ്കിൽ ഓയിൽ കണ്ടന്റ് ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഉണ്ടായിട്ട് വരും. അങ്ങനെ ആവരുത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക, പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും ഒന്നും കൂടെ കറക്കി കൊടുക്കുക. അങ്ങനെയാണ് നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ. കണ്ട നല്ല ഫൈനായിട്ട് ഇതിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലാവുന്നത് വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് മിൽക്ക് മെയ്ഡിന്റെ ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് മതി കേട്ടോ. ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക, മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട്. അപ്പൊ നമുക്കിങ്ങനെ ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആയി വരുന്നുണ്ട്. ഇപ്പൊ കുറച്ചും കൂടെ മിൽക്ക് മെയ്ഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പോപ്സിനാണെങ്കിലും സിക്കിൾസിനാണെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മള് സ്പഞ്ച് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുക, എന്നിട്ട് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. ബട്ടറിൽ ഓയിൽ കണ്ടന്റ് ആണല്ലോ, അപ്പൊ അതിങ്ങനെ ലൂസായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാത്തത്. നമ്മളിത് ചെയ്യാൻ ഇത് നല്ല ലൂസായി കഴിഞ്ഞാൽ, ഒരുപാട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചത് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടൂല കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുപോലെ ചെയ്യാം. അപ്പൊ സിക്കിൾസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൗൾഡാണിത് കേട്ടോ. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഷേപ്പ് ഉണ്ടാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ അതിന് യൂസ് ചെയ്യുന്ന സ്റ്റിക്കാണിത് കേട്ടോ. ഇത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതാണ് അതിന് യൂസ് ചെയ്യുന്ന സ്റ്റിക്ക്. ഓക്കെ, അപ്പോ നമ്മുടെ ഡോയില് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഫസ്റ്റ് നമുക്ക് ഈ ഒരു മൗൾഡ് എടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഈ ഒരു ഇങ്ങനെ ഇട്ട് കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. കുറച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യാം. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് എടുത്തിട്ട് ഇവിടെ ഒരു ഹോൾ ഉണ്ട്, ഇതിനകത്തൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങോട്ട് കയറ്റി കൊടുക്കാം. ഓക്കെ, സ്റ്റിക്ക് ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഈ ഡോ എടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു വിള്ളൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ക്രാക്സ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് പ്രസ് ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ. പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ മുഴയൊക്കെ ആയിട്ട് ഇരിക്കണ പോലെ ഉണ്ടാവും കേട്ടോ. നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പതുക്കെ ഈ മോൾഡ് ഒന്ന് മാറ്റിയത്. അപ്പൊ ഇത് സിലിക്കൺ മോൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഇതുപോലെ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഈ ഒരു സ്റ്റിക്ക് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ, നമ്മുടെ ഈ ഒരു സിക്കിൾസിന്റെ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതുപോലെ എത്ര എണ്ണാണോ നമുക്ക് വേണ്ടത് അത്ര എണ്ണം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സിക്കിൾസിനുള്ളത് മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പൊ ഇനി നമുക്ക് അത് ചോക്ലേറ്റ് കോട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതിനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്തായാലും കാണുക കേട്ടോ. എങ്ങനെ വെച്ചാൽ ഡബിൾ ബോയിൽ മെത്തേഡിൽ തന്നെയാണ് ചെയ്തത്. ഒരുപാട് ഹീറ്റ് ആവാതെ ആ ഒരു നോർമൽ ഹീറ്റിൽ നമ്മൾ ഇതൊന്ന് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പൊ അങ്ങനെ ലൂസായിട്ട് എടുത്തിട്ടുള്ള ചോക്ലേറ്റ് ആണ്. അപ്പൊ ഇതിലേക്ക് കളർ ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കൂടെ കാണിക്കാം കേട്ടോ. ഒരു റേഡിയന്റ് ഗ്രീൻ എന്നുള്ള കളറാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കളർ ആഡ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് നമ്മൾ ഇതിലേക്ക് കളർ ഒഴിക്കാൻ പാടില്ല. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കെട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് ഒഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഇത് എടുക്കുക, കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കളർ ആഡ് ചെയ്യുക. ഓക്കെ, ഇനി ഈ കളർ ഇതിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ ഈ കളർ ആഡ് ചെയ്ത ഭാഗത്ത് കണ്ടോ കുറച്ചിങ്ങനെ കട്ട ആയതുപോലെ വരുന്നുണ്ടോ.
അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ചോക്ലേറ്റിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ചെയ്തിരുന്നാൽ നല്ല ലൂസ് ആയിക്കൊണ്ടിരുന്ന ചോക്ലേറ്റ് ഇപ്പൊ കട്ടിയായിട്ട് വന്നു കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മുഴുവനായിട്ട് മാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആദ്യം ഒരു സ്പൂണിലേക്ക് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ബ്രഷ് വെച്ച് മിക്സ് ചെയ്യാതല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് കുറേ സമയം മിക്സ് ചെയ്തിട്ട് ഇതിന് ലൂസാക്കി എടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് ഈ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് ഒഴിക്കാൻ. അപ്പൊ പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഒരു ഇതുപോലെ കട്ടയായിട്ട് വരില്ല കേട്ടോ. ഓക്കെ, ഞാനത് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് കളർ ആഡ് ചെയ്യുന്നത് പൗഡർ കളറാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ പൗഡർ കളർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ടാൽ മതി. അതിനകത്ത് പിന്നെ വേറെ ഇങ്ങനെ സ്പൂണിലെടുത്ത് വേറെ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് അതിൽ മിക്സ് ചെയ്യാൻ പറ്റും. കൂടെ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ലൂസായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ചോക്ലേറ്റിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് എല്ലാത്തിൻ്റെയും കൂടെ മിക്സ് ആയിക്കോളും. കളറായത് എല്ലാ ഭാഗത്തേക്കും നമ്മൾ മിക്സ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ കളർ ഇതിനകത്ത് കറക്റ്റ് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ലൂസായിട്ട് നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ചോക്ലേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്ലാസ്സിലൊക്കെ നമുക്ക് ഈ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് എടുത്തിട്ട് ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂണിൽ വെച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അതിന്റെ പുറത്തായിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ ഗ്ലാസ്സിലേക്ക് വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ഇത് താഴേക്ക് ഇറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ സ്പൂണിൽ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എക്സസ് ആയിട്ട് വരുന്നത് ഇതിങ്ങനെ വലിച്ചിറങ്ങി താഴേക്ക് പോകും കേട്ടോ. ഇത് നമ്മൾ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ബട്ടർ പേപ്പർ എന്തായാലും വെക്കുക. നമ്മൾ ഏത് ബേസിലാണ് വെക്കണം അതിലൊരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് റിമൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അതിനാണ് ഈ ബട്ടർ പേപ്പർ നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഓരോന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ചോക്ലേറ്റ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സെറ്റ് ആവുന്നതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഓരോ വൈറ്റ് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഫുൾ സെറ്റ് ആവുന്നതിന് മുമ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഫുൾ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അതിൽ പിടിക്കൂല കേട്ടോ. അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അപ്പോൾ അതുപോലെ തന്നെ നല്ല ലൂസായിരിക്കുമ്പോഴും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒന്ന് പകുതി സെറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ. ഡെക്കറേഷൻ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. കളർ ബോളുകളാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അതെല്ലാം നമുക്ക് ഫോണ്ടന്റിൽ വല്ല ചെറിയ പൂക്കളൊക്കെ വെച്ചിട്ട് ഒരു 3 എണ്ണൊക്കെ ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പൊ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ സിക്കിൾസ് കേട്ടോ. അപ്പൊ ഇതില് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ചോക്ലേറ്റ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഞാൻ ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് ഒരു യെല്ലോ കളർ ആഡ് ചെയ്തിട്ട് മുകളിലൂടെ അങ്ങനെ പൈപ്പ് ബാഗിലാക്കിയിട്ട് ഒന്ന് ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സിക്കിൾസിന്റെ ഇപ്പൊ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാം.